നമുക്കിന്ന് ബീഫ് കറി ഉണ്ടാക്കാം. ബീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലുള്ള എല്ലുകൾ മാത്രം ഇങ്ങനെ കടിച്ച് തിന്നുന്ന ചില ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉലത്തി വെക്കാം എന്ന് നോക്കാം. അത് സാധാരണ ഈ ആട്ടിൻ്റെ കാലിൻ്റെ മുട്ടി ഇതൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് പ്രായമാകുമ്പോൾ നമുക്കൊക്കെ കാൽവേദനയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പം അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് നമുക്ക് താളിച്ച് അതിൻ്റെ സൂപ്പ് വേണമെങ്കിൽ കുറച്ച് ലൂസായിട്ട് എടുത്ത് കഴിഞ്ഞാൽ സൂപ്പായിട്ട് കുടിക്കാം. അല്ലെങ്കിൽ അത് കറിയായിട്ട് ആക്കിയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് ഇച്ചിരി ഏജൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും മുട്ടുവേദന ഒക്കെ ശരീരവേദനയൊക്കെ ഉണ്ടാവില്ല, ജോയിൻറ്റ്സ് പെയിൻസ്. അപ്പം അതിനൊക്കെ ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും വായോ. ആദ്യം ഒരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, എനിക്ക് സപ്പോർട്ട് തരണേ. ഇതുവരെ എനിക്ക് തന്ന ആളുകൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾ ചെയ്താൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതുവരെയും ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം. വരൂ കൂട്ടുകാരെ. എല്ലുള്ള ബീഫ് താളിക്കാനായിട്ടുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഇതിന് നന്നായിട്ട് മൊരിയണം കേട്ടോ. സവാള നന്നായിട്ട് മൊരിഞ്ഞാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമുക്ക്. ബീഫല്ലേ, ബീഫിന് സവാള മൊരിയണതാണ് നല്ലത്. ഇങ്ങനെ മട്ടൻ്റെ ഇതാണ് സൂപ്പ് ആക്കുന്നത്. മട്ടൻ്റെ ഇതുകൊണ്ടാണ് സൂപ്പ് ഉണ്ടാക്കുന്നത്. നന്നായി മൊരിയട്ടെ. ഇപ്പോൾ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പച്ചപ്പ് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, വേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള നന്നായി മൂത്ത് വരുന്നുണ്ട്. ഇത്തിരി കൂടെ ഒന്ന് മൂത്തോട്ടെ.
നന്നായി മൂത്ത് കഴിയുമ്പോൾ തീ ഒന്ന് കുറയ്ക്കണം. എന്ന് വെച്ചാൽ പൊടികൾ ഇട്ടാൽ അല്ലെങ്കിൽ അത് വല്ലാതെ മൂത്ത് പോവും. ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് തീ കുറച്ച് വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും അങ്ങോട്ട് ചേർക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മൂത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് മട്ടൻ്റെ എല്ലും മാംസവും ഒക്കെ കൂടിയുള്ളത് അങ്ങോട്ട് ഇടാം. കണ്ട, എല്ലും എല്ലാം കൂടി മിക്സ് ചെയ്താണ് വാങ്ങിച്ചിരിക്കുന്നത്. മുളകിൻ്റെ കുത്തിൽ ഉണ്ട് കുറച്ച്. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് അത് മസാല ഒന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അതവിടെ കിടന്നൊന്ന് തിളക്കട്ടെ നന്നായിട്ട്. അപ്പോൾ ആ സൂപ്പായിട്ട് ഉള്ള ഇതിപ്പോൾ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അത് ചാറായിട്ട് സൂപ്പ് തന്നെയാണത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇത് എടുക്കുന്നത്. ഇത് കറിയായിട്ടും ഉപയോഗിക്കാം. ഒന്ന് മിക്സ് ആയിക്കോട്ടെ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതേപോലെ മട്ടൻ്റെ പീസുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആദ്യം മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഒക്കെ കൂടിയിട്ട് അത് പുഴുങ്ങി വെക്കും. കുരുമുളകും കൂടി ഇട്ടിട്ടാണ് അത് സൂപ്പാക്കുന്നത്. സൂപ്പാക്കിയിട്ട് സൂപ്പ് കാരണന്മാർക്ക് കൊടുക്കും. അതിൻ്റെ പീസുകളുണ്ടല്ലോ അത് കുട്ടികൾക്കായിട്ട് താളിച്ച് നമുക്ക് ഇതുപോലെ ഇതിലും ഡ്രൈ ആക്കിയിട്ട് സൂപ്പ് അവിടെ എടുത്തിട്ട് അതിൻ്റെ പീസുകൾ വരുന്നത് നമുക്ക് ഇതേപോലെ താളിച്ച് കുട്ടികൾക്ക് തരും. അങ്ങനെ ചെയ്യും. അത് കുരുമുളക്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇത്രയിട്ട് പുഴുങ്ങിയിട്ടാണ് അത് എടുക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ മട്ടൻ്റെ സൂപ്പ് എടുക്കുന്നത്. ഇതിപ്പോൾ ഇത് മട്ടൻ്റെ പീസുകൾ ഇങ്ങനെ ഞാനൊരു കറി പോലെ ആക്കിയെടുത്തു. സൂപ്പാണ്, എന്നാൽ പോലും അത് കറിയാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായി തിളക്കുന്നുണ്ട്. ആ ചാറധികം വറ്റിപ്പോവാതെ എടുക്കുക.
ഇങ്ങനെയാണ് ഈ എല്ലുള്ള കറി, എല്ലുള്ള ഇറച്ചി വെക്കുന്നത്. ഇങ്ങനെ പലരും പലതരത്തിൽ വെക്കുന്നുണ്ടാവും. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തന്നെ പറയണത്, ഒന്ന് വിചാരിക്കരുത്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്ക് ഇനി വീഡിയോസ് ഇടാൻ പോലും പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി.